ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ചെമ്മീനും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വറ്റിച്ചെടുത്തുണ്ടാക്കുന്നൊരു റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബസ്മതി റൈസ് 2 കപ്പ് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് അത് കുതിർത്തിയെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി മസാലയൊക്കെ റെഡിയാക്കിയിട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം മസാല റെഡിയാക്കാൻ നമുക്ക് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് വലിയൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് 2 മീഡിയം സൈസുള്ള സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ അതൊന്ന് സൈഡിലേക്കൊക്കെ നീക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കണം. ഒരു 2 പീസ് പട്ട, ഒരു 4 ഏലക്ക, 4-5 പീസ് ഗ്രാമ്പു ഇതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഈ സവാളയിട്ടും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് ആക്കിയതാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഈ ഉള്ളിയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ ചെമ്മീനിലേക്കുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചോറിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ചെമ്മീനിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റും ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേബിൾ സ്പൂണാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. നോർമൽ എങ്ങനെ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 മീഡിയം സൈസ് തക്കാളി നല്ല ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇതും കൂടി ചേർത്ത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നല്ലോണം വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി ഇതേപോലെ തന്നെ ഈ മസാലയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്കിതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരി നന്നായിട്ട് മസാലയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കല്ലേ. അതേപോലെ തന്നെ ഇത് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ, അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഉപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ല ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. എന്നിട്ട് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാനാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇപ്പം നമ്മളെ റൈസ് പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും പിന്നെ ആ ചെമ്മീൻ്റെയും കൂടെയൊക്കെ കിടന്ന് വെന്ത് വന്ന് ചോറിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചൂടോട് കൂടി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒരു തൈര് സാലഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. റെസിപ്പി കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം.